കരിപ്പൂരിൽ പിടിയിലായ 1 കിലോഗ്രാമോളം MDMA കൊടുത്തയച്ച ആളുകളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ്. നേരത്തെ നടന്ന പ്രധാന ലഹരിക്കടത്തു കേസുകളിലും സമാനമായ ഒമാൻ ബന്ധമുണ്ടെന്നും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPS പറഞ്ഞു. 950 ഗ്രാമോളം MDMA ആണ് ഇന്നലെ കരിപ്പൂരിൽ നിന്നും പിടികൂടിയത്. പിടിയിലായ സൂര്യ ഈ മാസം 16-നാണ് ഒമാനിലേക്ക് പോയത്. തന്റെ കൈവശമുള്ളത് ലഹരിയാണെന്ന് സൂര്യയ്ക്ക് അറിയാമായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. അത് കിട്ടിയുമ്പോൾ അവരെ പത്തിലാനായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറം സ്റ്റേഷനിലുള്ള 3 പേരെ കൂടി 4 പേരാണ് ഇപ്പോൾ പിടിയിലായത്. ഇതിൽ ഇവർക്ക് 16-ാം തീയതിയാണ് കഴിഞ്ഞ മാസം 16-ാം തീയതിയാണ് ഒമാനിലേക്ക് യാത്ര ചെയ്തതായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് സപ്ലൈ ചെയ്യാനായിട്ടുള്ളവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ഓഫ് നൗ നമുക്ക് ഈ 4 പേര് ആണ് പ്രതികളായിട്ടുള്ളത്. ഏതാണ്ട് 950 ഗ്രാം പ്രതികളോട് അടുത്തുള്ള MDMA ആണ് ഇപ്പോൾ ഇതിനകത്ത് ഡിറ്റക്ഷനായിട്ടുള്ളത്. അതിൻ്റെ പ്രൊസീജിയർ നടപടികൾ കഴിഞ്ഞ് അടുത്ത തലത്തിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സ്. ഇത് അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അവിടെ നിന്ന് സെൻഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ ഞങ്ങളുടെ ഉണ്ട്. അത് റിവീൽ ചെയ്യാൻ കഴിയില്ല, കാരണം അത് ഇൻഫർമേഷൻസ് പോകുന്നതുകൊണ്ട് അത് നമ്മളതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നത്തെ ഒരു മേജർ ഡിറ്റക്ഷൻ അമേരിക്കയിലൂടെ ഇന്ത്യയിലെ പാർസലായിട്ട് വന്നിരിക്കുന്ന കേസിനകത്ത് നമുക്ക് ഒമാൻ ഫോഴ്സ് ചെയ്യുന്നതായിട്ട് അതിനകത്ത് നമ്മൾ ഫർദർ അറസ്റ്റ് ചെയ്ത് നമ്പർ നടത്തിയിട്ടുണ്ട്. അതിന് മുന്നേ നടന്ന വാഴക്കാടുണ്ടായിരുന്ന ഒരു ഡിറ്റക്ഷനകത്ത് അത് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ കേസിലും ഇതേ രീതിയിലുള്ള അന്വേഷണം. അത് പക്ഷേ നമ്മൾ ഡിറ്റക്ഷന് വിടുന്നതാണെങ്കിലും അതിൻ്റെ സോഴ്സ് അന്വേഷിക്കുമ്പോൾ പുറത്തുനിന്ന് വന്നതായിട്ടുള്ള ഇൻഫർമേഷൻ. മിഠായി പാക്കറ്റുകളിൽ ഒളിപ്പിച്ചായിരുന്നു MDMA കടത്ത്. നിലവിൽ പിടിയിലായ 4 പേർക്കും നേരത്തെ NDPS കേസുകളില്ല. വിമാനത്താവളം വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ ശക്തമായ നിരീക്ഷണം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. NDPS റിലേറ്റഡ് കേസുകളില്ല. ഒരു പ്രതിക്ക് മറ്റു കേസിൻ്റെ ഒരു ആംഗിൾ മാത്രമാണ് ഇതുവരെയ്ക്ക് മനസ്സിലായിട്ടുള്ളത്. ഒരു ലുക്രറ്റീവ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാരിയേഴ്സ് എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. അല്ല, ഇവർക്ക് ഈ സ്ത്രീക്ക് ഇത് അറിയാമായിരുന്നു, അതോ ഒരു ജോലിക്ക് വേണ്ടി പോയതായിരുന്നു? നമ്മൾ മനസ്സിലാക്കുന്നത് അറിയാമായിരുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ്. കാരണം കോൺട്രാക്ട് തീരെ അറിയാത്ത സാധ്യത രീതിയിൽ പോലീസ് അന്വേഷണം കൃത്യമായിട്ട് അങ്ങനെ. ഇതിനു വേണ്ടിയിട്ടാണോ ഈ പോയത്, അതോ ജോലി അന്വേഷിച്ച് പോയത്? 16-ാം തീയതി പോകുന്നു, 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അതെ, അത് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതായിട്ട് തന്നെയാണ് തെളിവ് ശേഖരണം നടക്കുന്നത്. ലഹരിക്കടത്തുന്ന ഒരു പുതിയ രീതിയുമാണ്. ഇതിലിപ്പം യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വേഫർ പോലെയുള്ളൊരു പാക്കിംഗ് ആണ്. ഇതിന് മുന്നേ ഉള്ളതിനകത്തും ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് കണ്ടെത്തുന്നത്. അത് കുറേ കൂടി സെക്യൂരിറ്റി സിസ്റ്റംസിനെയും അതുപോലെ ചെക്സിനെയൊക്കെ ബൈപ്പാസ് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് അത് അവലംബിക്കുന്നതെന്ന് മനസ്സിലാക്കും. അത് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇത് എൻറ്റയർ ടീമിൻ്റെ തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കും. നേരത്തെ ഒമാനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണോ? അതും നോക്കേണ്ടിയിരിക്കുന്നു. അവരുടെ മൊഴി നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും. ഒമാനിൽ നിന്നും ഇന്നലെ കരിപ്പൂർ എത്തിയ സൂര്യ കസ്റ്റംസ് പരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് പുറത്തുനിന്നിരുന്ന പോലീസ് പിടികൂടിയത്. ഇതിന് പിന്നാലെ സൂര്യയെ കാത്ത വിമാനത്താവളത്തിന് പുറത്തുനിന്നിരുന്ന മുന്നിയൂർ സ്വദേശികളായ 3 പേരെയും കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നേരത്തെ പരിചയമുള്ള നൌഫൽ എന്നയാളുടെ അടുത്ത് ജോലി അന്വേഷിച്ചാണ് സൂര്യ ഒമാനിലേക്ക് പോയിരുന്നത്. 4 ദിവസം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ കൊടുത്തയച്ച ബാഗിലാണ് MDMA ഉണ്ടായിരുന്നത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.